എന്തോന്ന് അലപ്പാ പിള്ളാരെ ഇത്? ആകെ 2 എണ്ണം ഉണ്ട്, 100 എണ്ണത്തിന്റെ അലപ്പ്. എവിടെ കേൾക്കാൻ നിന്റെയൊക്കെ അലപ്പ്? ഞാനില്ലാത്തപ്പോ ഇവിടെ ഇരുന്ന് വായിക്കണമെന്ന് രണ്ടുപേരുടെ പറഞ്ഞേക്കുന്നത്. അച്ഛനെ പറ്റി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞ രണ്ടും എഴുതി കൊണ്ടുവന്നോ? വായിരടി, എഴുന്നേര്. എന്തോന്നാടി രണ്ടിനും ഇത്ര ചിരിക്കാൻ? എഴുന്നേറ്റ് വായിരടി. അച്ഛനെ പറ്റി 5 വാക്ക് വായിരടി. അച്ഛനെ പറ്റിയുള്ള 5 സെന്റൻസ് അങ്ങനെ നിർത്തി നിർത്തി അങ്ങോട്ട് വായിക്കും കേട്ടോ. എനിക്ക് ഒരു അച്ഛനുണ്ട്. എന്റെ അച്ഛൻ അച്ഛനാണ്. ഞാൻ അച്ഛന്റെ മകളാണ്. ഇങ്ങനാണോ അച്ഛനെ പറ്റി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞേ? ആന്നോ? നീ എന്തോടി ഇത്ര ചിരിക്കാനേ? മോൾ എവിടെ ഇരിക്കും? നീ എഴുന്നേറ്റ് വായിച്ചാണ് കേക്കട്ടെ. മൈ അച്ഛൻ ഈസ് മൈ ഫാദർ. ഞാന് അച്ഛനെ അപ്പ എന്നാണ് വിളിക്കുന്നത്. അയ്യോ, ഇത് എഴുതി കൊണ്ടുവന്നിട്ടാണ് നീ ഇത്രയേ ഇരുന്ന് ചിരിച്ചത്? നീ അവിടെ ഇരിക്കും, അവള് വായിക്കട്ടെ ബാക്കി. എന്റെ അച്ഛൻ എന്റെ അപ്പൂപ്പന്റെ മോനാണ്. എന്റെ അച്ഛൻ എന്റെ അമ്മയുടെ ഭർത്താവാണ്. ഓ എന്റെ പൊന്നെ, ഏത് നേരത്താണോ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നി? എന്തോ കൊച്ചെ എഴുതി വെച്ചേക്കുന്നേ. അവിടെ ഇരിക്കും. നീ എന്തുവാടി എഴുതി വെച്ചേക്കുന്നേ? എന്റെ അച്ഛൻ എന്റെ അമ്മൂമ്മയുടെ മകനാണ്. മതിയേ മതി, ഇരുന്നാട്ടെ, കേട്ടിടത്തോളം മതി. ഞാനേ അച്ഛനെ പറ്റി എഴുതാൻ പറഞ്ഞത് നിങ്ങളുടെ അച്ഛനെ പറ്റി അല്ല എഴുതാൻ പറഞ്ഞേ. അച്ഛൻ എന്ന കോൺസെപ്റ്റ്, അതിനെ പറ്റി എഴുതാൻ പറഞ്ഞേ. മൊത്തത്തിൽ അച്ഛൻ എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ എന്ത് വരും? അതാ എഴുതാൻ പറഞ്ഞ, അല്ല നിങ്ങളുടെ അച്ഛനെ പറ്റി അല്ല എഴുതാൻ പറഞ്ഞേ. മനസ്സിലായോ? ഇവിടെ ഇരിക്കും രണ്ടുപേരും, ഞാൻ ഇപ്പം വരാം കേട്ടോ. ഒരു 5 മിനിറ്റ് എളുപ്പം എഴുതി വെക്ക്. എടി, നമ്മുടെ അച്ഛനെ പറ്റി അല്ല എഴുതാൻ പറഞ്ഞേ. മതി എഴുതിയത്, എന്നിട്ട് വായിക്ക്. പള്ളിയുടെ അച്ഛൻ പള്ളിയുടെ അച്ഛനാണ്. പള്ളിയിൽ അച്ഛന് വെളുത്ത ലോഹയുണ്ട്. എന്നാ പിന്നെ നീയൊക്കെ ആ പള്ളിയിൽ അച്ഛനെ വിളിച്ച് എന്റെ ശവോടക്കം കൂടെ അങ്ങ് നടത്തിനടി.